ഓക്കെ. എന്റെ പേര് തെസ്നി മുനീർ, സ്ഥലം കൂമുള്ളിയാണ്. മുടക്കല്ലൂർ ഹോസ്പിറ്റൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം എന്റെ ഹസ്ബൻഡാണ് ഈ ഒരു ബിസിനസ് ആദ്യമായി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ ഒരുപാട് നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒന്ന് രണ്ട് ഷോപ്പ് ഉണ്ടായിരുന്നു, പല പല മേഖലകളിൽ അദ്ദേഹം എൻഗേജ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന് സമയമില്ലാത്തതുകൊണ്ട് എന്തിനാ പുതിയൊരു അവസരം തേടി പോകുന്നത് എന്നായിരുന്നു. അത് മാത്രമല്ല, നേരത്തെ ഒന്ന് രണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത ഒരു ഫീഡ്ബാക്കും കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മീൻസ് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. നിറബറ അജന്ത പോലത്തെ കൺസെപ്റ്റിൽ വർക്ക് ചെയ്തിട്ട് ഒരു രൂപ പോലും നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. നമ്മളെ പണവും എന്താ പറയുക സമയവും നഷ്ടപ്പെട്ടു എന്നല്ലാതെ. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഒരു ആശയം നമ്മളെ ചെവിയിൽ എത്തിയ സമയത്ത് തുടക്കത്തിൽ ഹസ്ബൻഡും ഞാനും അത് റിജക്റ്റ് ചെയ്യാണ് ഉണ്ടായത്. കാരണം നേരത്തെ ചെയ്ത നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ ഒരു പ്രത്യേകത, അവിടെ ലീഡേഴ്സ് ഉണ്ട്, ആഴ്ചയിൽ വരുമാനം വാങ്ങുന്നുണ്ട്, കാറ് വാങ്ങുന്നുണ്ട്, ഫ്ലാറ്റ് വാങ്ങുന്നുണ്ട്, വലിയ വലിയ അച്ചീവ്മെന്റുകൾ നേടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ. അവർ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു മീറ്റിംഗ് സെന്ററിൽ വരുന്നു പോകുന്നു, അവരായിട്ട് നമുക്ക് യാതൊരു കോണ്ടാക്ട്സും ഇല്ല. അവരെ വീട് എന്താണോ നാട് ഏതാണോ എന്ന് നമുക്ക് കറക്റ്റ് അറിയുന്നില്ല. എന്നാൽ ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് നമ്മുടെ അയൽ പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഈ ഒരു ബിസിനസ്സിലൂടെ അച്ചീവ്മെന്റ് നേടിയിട്ടുള്ളത്. ഇപ്പൊ പ്രതീഷ് സാറ് കുറ്റ്യാടി സീലിംഗ് അച്ചീവറാണ്, കാർ അച്ചീവറാണ്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് അന്വേഷിക്കാം, കുറ്റ്യാടി പോയിട്ട്. നടുവണ്ണൂർ സ്വദേശിയാണ് ബിജു സാറ്, അതെങ്കിൽ ശൈലേഷ് സാറ്, അതുപോലെ തന്നെ താമരശ്ശേരി നമ്മളെ ബെന്നി സാറ്, അതേപോലെ കുറ്റ്യാടി നമ്മളെ ശ്രീധരൻ സാറ്, ഉള്ളിയേരി സ്വദേശി ശ്രീധർ സാർ. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ അയൽ പ്രദേശങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്തിട്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് വിശ്വസിക്കാവുന്ന ഒരു ടൂളാണ് അല്ലെ. നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് നേട്ടങ്ങൾ നേടിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ നമ്മളെ അയൽ പ്രദേശങ്ങളിലെ ആളുകളാണ്. അത് ഇതിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. തുടക്കത്തിൽ ഞാൻ എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു വെറ്റിനറിയിൽ പാർട്ട് ടൈമർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു 3 വർഷത്തോളം. അപ്പൊ അതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ, അല്ലെങ്കിൽ ഇൻഷുറൻസ് അഡ്വൈസർ ആകുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് പ്രഷർ ഉണ്ടാവും മാസം അവസാനം ആകുമ്പോഴേക്കും. പിന്നെ വെറ്റിനറി എന്ന് പറഞ്ഞാൽ അവിടെ ടൈം പങ്ക്ച്വാലിറ്റി, സമയത്തിന് വല്ലാത്ത പ്രാധാന്യമുണ്ട്. നമ്മൾ ആ സമയത്തിന് അവിടെ പോകണം. പണി ഉണ്ടോ ഇല്ല എന്നല്ല, ആ സമയം നമ്മൾ അവിടെ ഇരിക്കണം. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തില്ല. പിന്നീട് ഈ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്, വെറുതെ ഇരിക്കാന്നല്ല, ഞാൻ വേറൊരു പുതിയൊരു അവസരം തേടി നടക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി നീ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി ഒരു ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് MLSL മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ എല്ലാ ആഗ്രഹത്തിനും കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന എന്റെ ഹസ്ബൻഡ് എന്നോട് അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ എന്തിനാ ഇതിന് ചെയ്യുന്നത്, നിങ്ങൾ ഓൾറെഡി ഇത് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ചെയ്യുന്നത്, ഞാൻ വേറെ എന്തെങ്കിലും നോക്കിക്കോളാം. ഞാൻ PSC ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പറ്റൂല, ഇത് ഇനി നീ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് MLSL ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച എന്നെ തളർത്താൻ വേണ്ടി പറഞ്ഞ, പക്ഷെ ഒരിക്കലും അങ്ങനെ പറയുന്ന ആളല്ല. പക്ഷെ ആൾ ഈ ഒരു ബിസിനസിന്റെ ആഴം മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്ന് രണ്ട് മീറ്റിങ്ങിൽ നിർബന്ധിച്ച് എന്നെ പങ്കെടുപ്പിച്ചു. അപ്പോ എനിക്ക് പ്രദീപ് സാറിനെ കാണുമ്പോ അല്ലെങ്കിൽ എന്നും ഓർമ്മ വരുന്ന ഒരു കഥയുണ്ട്. പ്രദീപ് സാറ്, എന്റെ ഹസ്ബൻഡിന്റെ പേര് മുനീർ എന്നാണ്. അപ്പൊ പുതിയ ആളുകളോടാ പറയുന്നത്. അപ്പൊ ഈ മുനീർക്കാക്കുള്ള ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ആന തൊട്ട് ഉറുമ്പ് വരെ അദ്ദേഹത്തിന്റെ കാറ്റഗറിയിൽ ഉണ്ടാവും, അദ്ദേഹത്തിന്റെ ആ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവും, ആ ലിസ്റ്റിൽ ഉണ്ടാവും. അപ്പൊ അത് എന്നെ ആയാലും മക്കളെ ആയാലും അവരെ പരിചയപ്പെടുത്തും. ആ ഒരു അതിപ്പോ പിന്നെ എന്താ പറയാ, പാർട്ടിയിലൊക്കെ പിടിപാടുള്ള ആളാണ്. അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള ആളുകളൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അത് അദ്ദേഹത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അങ്ങനെ പ്രദീപ് സാറെ കണ്ട സമയത്ത് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോ എന്നോട് പറഞ്ഞു, ഇത് കുറ്റ്യാടിയുള്ള പ്രദീപ് സാറാണ്. അപ്പൊ സാറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എനിക്കൊന്ന് പറഞ്ഞു. അപ്പൊ സാർ എന്നോട് പറഞ്ഞു, വിട്ടു പോകാതെ പിടിച്ചു നിൽക്കണം ഇതില്,
പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, വിട്ടുപോകാതെ പിടിച്ചു നിൽക്കണം. അപ്പൊ ഞാൻ മനസ്സിൽ ഇയാൾ എന്ത് തേങ്ങ പറയുന്നേ, എന്ത് പിടിച്ചു നിൽക്കണം എന്നാ പറയുന്നേ, ആൾ ഓൾറെഡി ഇതിൽ ഉണ്ടല്ലോ. അപ്പോ ആണ് അത് 1-2 മീറ്റിങ്ങിന് മുനീർക്ക പങ്കെടുക്കില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ആള് കുറച്ച് ബിസിയാ. പങ്കെടുക്കുകയാണെങ്കിൽ അൻസാർ എപ്പോഴും പറയും വാലും ഉണ്ടാവില്ല തലയും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ആളാണ് മുനീർക്ക. വെച്ചാല് മീറ്റിങ്ങിന് പോയോന്ന് വെച്ചാലോ പോയി, നേരത്തെ ഇറങ്ങേണ്ടി വരും, ചിലപ്പോ കറക്റ്റ് ടൈമിൽ എത്തൂല, എന്താണ് അവിടെ പറയുന്ന കാര്യങ്ങള് അത് കേൾക്കാനുള്ള സമയം ഉണ്ടാവില്ല. അഥവാ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഏതെങ്കിലും പരിപാടിയായിട്ട് ആൾ എൻഗേജ്ഡ് ആയിപ്പോകും. അങ്ങനെ പ്രദീപ് സാർ അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് എനിക്ക് സത്യത്തില് എന്തോ ഒരു വെറുപ്പ് എന്നല്ല, അയാൾ എന്താ ഈ പറയുന്നതെന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ എനിക്ക് ഇതിനെ പറ്റി അറിയില്ല കേട്ടോ, ആദ്യമായിട്ടാണ്. അതുപോലെ ഹരീഷ്ണൻ സാറും പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്റ്റ് ഒക്കെ അമേസിങ്, എന്ത് പ്രോഡക്റ്റ്, എന്റെ ആദ്യത്തെ ഒരു ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ശൈലേഷ് സാർ എന്നോട് ഒരു GTS ഞാൻ ആദ്യമായിട്ട് പോയ സമയത്ത് മുനീർക്ക് അങ്ങനെ പരിചയപ്പെടുത്തി, എന്റെ വൈഫാണ് ഇത്, ലീഡറാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെയും പരിചയപ്പെടുത്തി. ആ സമയത്ത് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, മാഡം അടിപൊളി ബിസിനസ്സാണ്, മുനീർക്ക 3 കൊല്ലം ഗൾഫിലാണെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഈ തുടക്കത്തിൽ ഞാൻ ഈ ലീഡേഴ്സ് പറയുന്നതൊക്കെ ഉൾക്കൊണ്ടില്ല. കാരണം നേരത്തെ ചെയ്തൊരു ഫീഡ്ബാക്ക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ, അല്ലാതെ നമുക്ക് ഈ ബിസിനസ്സിനെ എതിർക്കാനുള്ള ഒരു നെഗറ്റീവ് ഈ ഒരു ബിസിനസ്സിലില്ല. അപ്പൊ ഞാൻ 1-2 ബെന്നി സാറിന്റെ ക്ലാസ്, ആദ്യമായിട്ട് ഞാൻ പങ്കെടുത്തത് ബെന്നി സാറിന്റെ ഒരു ക്ലാസ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് ഒരൊറ്റ ട്രെയിനിങ്, ആ ഒരു മോട്ടിവേഷന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റ് എടുത്തതാണ്. എന്റെ പരിചയക്കാരെടുത്ത് പോയ സമയത്ത് ഒരു 2000-ന്റെ അടുത്ത് കച്ചവടം ഞാൻ ചെയ്തു. ഒരു പ്രോഡക്റ്റ് ട്രെയിനിങ്ങും ഇല്ല, ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഞാൻ ആ പ്രോഡക്റ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് കരുതി പോയ ഞാൻ അന്ന് 2000-ന് പ്രോഡക്റ്റ് സെയിലാക്കി. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന സമയത്ത് ഹസ്ബൻഡ് എന്റെ മുനീർക്ക പോലും ഞെട്ടിപ്പോയി, നീ ഇത് സെയിലാക്കിയോ? കാരണം ആ പുള്ളിക്കാരനെ പിന്നെ റീറ്റെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാന്നല്ല, അതിന്റെ ഒരു പിന്നെ എന്താ പറയാ, എന്നോട് പറയുന്നത് എനിക്ക് റീറ്റെയിൽ ചെയ്യാനുള്ള കഴിവുണ്ട്, എനിക്ക് ആ കഴിവില്ല. ഞാൻ പറഞ്ഞ കഴിവ് എല്ലാവർക്കും ഉണ്ട്, എടുക്കാത്തോണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അതില് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് എന്റെ ഹസ്ബൻഡ്. അപ്പൊ പിന്നെ ഇത് ഞാൻ റീറ്റെയിലിങ്ങിന് പ്രാധാന്യം കൊടുത്തു. കാരണം പ്രോഡക്റ്റ് വീട്ടിലിരിക്കുന്നുണ്ട്, ആള് കഴിവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്, നമുക്കിത് സെയിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ തുടക്കത്തില് ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളിൽ കഴിക്കുന്നൊക്കെ നമുക്ക് കഴിക്കാവോ, നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നിരന്തരം മീറ്റിങ്ങും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യണം. അങ്ങനെ അദ്ദേഹം എന്നെ പ്രോഡക്റ്റ് ട്രെയിനിങ്, ഡോക്ടർ അഞ്ജിതാമ്മയുടെ ഒക്കെ വരുന്ന സമയത്ത് എന്ത് പ്രശ്നങ്ങൾ വീട്ടിലുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ചെറിയ കുട്ടികളാണ്, ഹസ്ബൻഡിന്റെ പിന്നെ ഉപ്പ എന്ന് പറഞ്ഞാല് കിടപ്പിലാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ നമ്മൾ രണ്ടാളും വേണം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സമയത്ത് വേറെ ഒരു മേഖലയും നോക്കിയില്ല. കാരണം പൂമുള്ളി അങ്ങാടിയിൽ തന്നെയാണ് ഷോപ്പ്, ഏത് സമയവും വിളിച്ചാൽ വരാവുന്നൊരു ദൂരെ നമ്മളെ വീടുമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ അദ്ദേഹം രാവിലെ ചായ കുടിക്കാനും ഉച്ചയ്ക്ക് ചോറ് തിന്നാനും അല്ലെങ്കിൽ നമ്മൾ ആ വീടുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ചോറ് തിന്നാൻ കിട്ടുന്നില്ല, ചായ കുടിക്കാൻ കിട്ടുന്നില്ല, രാത്രിയിൽ ലേറ്റ് ആയിട്ട് കയറി വരുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തൊക്കെയോ സംശയങ്ങൾ വരും, ഇത് എവിടെയാ പോകുന്നത്, ഇത്രയും ലേറ്റ് ആയിട്ട് എന്താ വരുന്നത്, ഇത് ഒരിക്കലും ഇല്ലാത്ത സംഭവമാണല്ലോ. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി അറിയാതെ തന്നെ ഞാൻ അങ്ങോട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. കാരണം എന്താ ഇത്രയും വൈകിയതെന്ന് ചോദിക്കുമ്പോ അതിന് എന്തെങ്കിലും ഇപ്പൊ ഒരു ദിവസം ഞാൻ ചോദിച്ചു, ആകെ നമുക്ക് മക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രിയിലാണ്. പകല് നമുക്ക് ഒരാൾക്ക് ഒരു ടൈമിനായിരിക്കും പോകേണ്ടി വരിക, മറ്റാൾക്ക് വേറൊരു ടൈമിന് പോകേണ്ടി വരും, മുന്നിൽക്കാർക്ക് വേറൊരു ടൈമിനാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ ഒരുമിച്ചല്ല രാവിലെ ചായ കുടിക്കുന്നത്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ രാത്രിയിലാണ്. ഈ രാത്രി സമയത്ത് മുന്നിൽക്കാനെ കാണുന്നില്ല, കുട്ടികൾക്ക് കാണാൻ കിട്ടുന്നില്ല, രാത്രി ലേറ്റ് ആയിട്ട് വരുന്ന ആ സമയത്ത് എനിക്ക് വല്ലാത്തൊരു ടെൻഷനും സങ്കടമായി. അപ്പൊ ഞാൻ ഒരു ദിവസം ചോദിച്ചു, എന്താ ഇതിങ്ങനെ ലേറ്റ് ആയിട്ട് വരുന്നത്, കുട്ടികൾക്ക് ആകെ കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്ന സമയമല്ലേ, അത് കുഴപ്പമില്ല, കുറച്ച് ദിവസം പിന്നെ എന്നെ കണ്ടില്ലേലും കുഴപ്പമില്ല, എന്നാൽ നാളുകളിൽ ഇവർക്ക് ഇരുന്ന് തിന്നാനുള്ള അല്ലെങ്കിൽ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഓടുന്നത് എന്നാണ് പറഞ്ഞത്. അതും ഞാൻ വിചാരിച്ചെന്താ, എന്നെ
ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡയലോഗ് അടിച്ചു. അതാണ് എൻ്റെ ഉള്ളില്. ആ ഒരു ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ വന്നതാ. ഇന്ന് കുറച്ച് സങ്കടപ്പെട്ടാലും വേണ്ടിയില്ല, നാളുകളിൽ അവർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ബിസിനസ് കൊണ്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാല് എന്നെ ഓവർടേക്ക് എന്റെ ദേഷ്യത്തിൽ എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ അതങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇതേപോലെ നിരന്തരം മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനും അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് RTP RRR പോലത്തെ പ്രോഗ്രാമിൽ അദ്ദേഹം പങ്കെടുക്കും. എന്നെയും മക്കളെയും വിട്ടു നിൽക്കാത്ത, അല്ലെങ്കിൽ ബാപ്പ വീട്ടിലുണ്ടായിട്ട് പോലും വിട്ടു നിൽക്കാത്ത ഒരാള് 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തേയും കൊച്ചിയിലൊക്കെ പോകുന്നുണ്ട്. 2 or 3 ദിവസം നിൽക്കാൻ യാതൊരു മടിയുമില്ല. അപ്പോഴും എനിക്ക് സംശയം. പക്ഷെ ഇതിന്റെ കൂടുതലായിട്ട് അറിവ് നേടാനാണ് അദ്ദേഹം പോകുന്നത്. അപ്പോ ഇങ്ങനെ വന്ന സമയത്ത്, സോറി എന്നോട് മറന്നുപോയി പറയാനായിട്ട്, നമ്മളെ ഈ ഒരു മഹത്തായ ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം മധുലാൽ സാറ്, ഞങ്ങളുടെ നൈബറാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ RTC ലീഡറാണ്. അപ്പൊ വിട്ടുപോയതാണ് ഞാൻ എൻ്റെ ഒരു ആവേശത്തിൽ പറയാന്. അപ്പൊ അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം നമ്മളെ അപ്ലൈനെ നമ്മളെ കൂടെ കട്ടക്കില്ലെങ്കിലും നമ്മൾക്ക് ആ ഒരു അവസരം തന്ന വ്യക്തിനെ നമ്മൾ ഓർക്കണം. അതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് നമ്മളെ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം, ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷെ നമുക്ക് ഈ ഒരു അവസരം തന്നത്, എന്താ പറയാ, അദ്ദേഹം ആരാണോ അവരെ നമ്മൾ എപ്പോഴും നന്ദിയോടെ സ്മരിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഞങ്ങൾ നേരത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അതിൽ മുനീർക്ക ജോയിൻ ചെയ്യിച്ച ഒരു വ്യക്തിയാണ് മധുലാൽ സാറ്. അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ പേരിലാണ് മധുലാൽ സാർ ഈ ഒരു ആശയമായിട്ട് വന്ന സമയത്ത് നമ്മൾ ജോയിൻ ചെയ്തത്. ഒരു ചാമ്പിത്തൈലമായിട്ടാണ് അദ്ദേഹം വന്നത്. ആദ്യം അമ്മയ്ക്ക് ഉപയോഗിച്ചു, നല്ല റിസൾട്ട് ഉണ്ട് മുനീറെ, നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കും. മുനീർക്ക് ആ മുട്ടുവേദന ഉണ്ടായിരുന്നു, വെരിക്കോസ് വെയിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. കടയിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരു വെരിക്കോസ് വെയിന്റെ വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ചാമ്പിത്തൈലം തന്ന് ആള് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോ അതിന്റെ റിവ്യൂ എടുക്കാനായിട്ട് വന്നു. എങ്ങനെയുണ്ട്, നീ ഉപയോഗിച്ച് നോക്കിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അന്ന് നമ്മളോട് പൈസ വാങ്ങിയിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ടൈം വന്ന് പ്രൊഡക്റ്റ് വെച്ച് ആള് പോവുകയാണ് ചെയ്തത്. 2ാമത്തെ ദിവസം ഫോളോ അപ്പ് ആയിട്ട് വന്നതാണ്. നമ്മൾ കരുതി എന്താ പൈസക്ക് വന്നതാകുമെന്ന് കരുതിയിട്ട് പൈസ കൊടുത്തു വിട്ടു. ഉപയോഗിച്ചില്ല, പ്രൊഡക്റ്റ് ഉപയോഗിച്ചില്ല. അങ്ങനെ നിരന്തരം ആള് വരുന്നുണ്ട്. അതിരാവിലെ വരും. അതിരാവിലെ എന്ന് പറഞ്ഞാല് രാവിലെ 6:30 7 മണിന്റെ ഉള്ളിൽ വന്നിട്ട് കോളിംഗ് ബെല്ലിൽ ഇങ്ങനെ പ്രസ് ചെയ്യും. അപ്പൊ ചെറിയ കുട്ടിയുണ്ട്, തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കും, അതുണരും. വാപ്പ ഉണർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചായ കൊടുക്കണം. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ പോട്ടെ, ഒരു 5000 അല്ലേ വിചാരിച്ചിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുനീർക്ക് ആദ്യമായിട്ട് ഒരു 5000 സംഘടിപ്പിച്ചു കൊടുത്തത്. പിന്നീടാണ് നിരന്തരം മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനും വിളിക്കുന്നത്. മീറ്റിങ്ങും ട്രെയിനിങ്ങും ഒന്നും വരൂല എന്നൊക്കെ ആദ്യം ഒരുപാട് പറഞ്ഞു. പക്ഷെ മധു സാറിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാറ്റിലും ചാടിക്കേറി ഇടപഴകുന്ന ഒരു ശീലം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകളോട് മാത്രമേ സംസാരിക്കൂ. ഒരുപാട് സംസാരിക്കുകയില്ല, ഒരുപാട് കേൾക്കും, പക്ഷെ സംസാരം കുറവാണ്. എല്ലാം ഉള്ളിലുണ്ടാവും. ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല, വളരെ ചുരുക്കം ഫ്രണ്ട്സുകളും. അതില് മുനീർക്ക ഉണ്ട് എന്നതാണ് വല്ലാത്ത സത്യം. വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു ആളാണ് മധുവേട്ടൻ. അപ്പൊ ഈ ഒരു ആശയം അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ സമയത്ത്, ഇത് ഏറ്റവും ആപ്റ്റായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ് അവസരം കൊടുത്തത് മുനീർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് ഏതൊരു നിമിഷവും ഞാൻ നന്ദിയോടെ ഓർക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു നളന്ദ ട്രെയിനിങ്ങിലേക്ക് മുനീർഖാനെ കൂട്ടിക്കൊണ്ടുപോയി. നളന്ദയിൽ ട്രെയിനിങ് കേട്ടതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. അന്ന് പൂളാടിക്കുന്നാണ് നമ്മളെ പിക്കപ്പ് സെന്റർ ഉണ്ടായത്. അവിടെ പോയി പർച്ചേസ് ചെയ്തു. വരുന്ന സമയത്ത് ഷോൾഡറിൽ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആയിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാം എന്താ ഇതെന്ന് ചോദിച്ചു. അപ്പൊ സാധാരണ വീട്ടിലേക്കുള്ള സാധനങ്ങളാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ വെക്കും, എനിക്കും മക്കൾക്കും കൊണ്ട് ഞങ്ങൾ എടുക്കും. അങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളാണ്. അപ്പൊ അന്ന് കൊണ്ടുവന്ന സാധനം എന്താണെന്ന് പോലും പറഞ്ഞില്ല, നേരെ കട്ടിലിന്റെ ചോട്ടിലേക്ക് നീക്കി വെച്ചു.
അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് എന്തോ ഒരു ഡൗട്ട്, എന്തോ ഒരു വലിയ ബോക്സ് കൊണ്ടുവന്നിട്ട് കട്ടിലിന്റെ ചോട്ടിലേക്ക് ആ വിഷയം അത് എന്താന്ന് പോലും പറയുന്നില്ല, ഒന്നുമില്ല. മക്കളും ഞാനും ഇങ്ങനെ നോക്കി നിപ്പ. ആളെന്തേലും പറയുന്ന ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അത് ഈ ബോക്സിന്റെ അകത്ത്? അത് മധുവിന്റെ, അവരങ്ങനെയാണല്ലോ, മധുവിന്റെ കുറച്ച് പ്രൊഡക്റ്റ് അല്ല, മരുന്നുകളാ. അന്നൊക്കെ ഞങ്ങൾക്ക് മരുന്നുകളാണല്ലോ സ്റ്റാർട്ടിങ് അല്ല. അത് കുറച്ച് മരുന്നുകളാ മധുവിന്റെ. അപ്പൊ കാറിൽ ഇരുന്ന് ചീത്തയായി പോണ്ട, മറ്റുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് ഞാൻ എടുത്ത് ഇവിടെ വെച്ചതാണ്. മധു ഒഴിവുള്ളേരം വന്നിട്ട് അത് കൊണ്ടുപോവുകയും ചെയ്യും, അത് നിങ്ങൾ ആരും തൊടണ്ട എന്ന് പറഞ്ഞു. ആ ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ ആൾക്ക് എന്നോട് ആ കാര്യം അങ്ങോട്ട് പറയാത്തതിന്റെ ഒരു പ്രയാസമുണ്ട്. പിന്നീട് ആള് ഞാൻ അറിയാതെ ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനും പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം നമ്മളെ ഓൺ ആൻഡ് ഓൺ ഹെർബൽ പേസ്റ്റ് എടുക്കുന്നത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന കോൾഗേറ്റോ എന്തോ ആയിരിക്കും. നമ്മളിപ്പോ ഈ ഒരു ബിസിനസ്, ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയതിന് ശേഷമാണല്ലോ ഇതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ. നേരത്തെ ഉപയോഗിച്ചിരുന്ന പേസ്റ്റ് മാറ്റി നമ്മളെ ഹെർബൽ പേസ്റ്റ് എടുത്തു, പല്ലേച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു റിവ്യൂ എടുക്കുന്നത്, എന്നോട് മക്കളോടൊക്കെ തന്നെ, എങ്ങനെയുണ്ട് നമ്മളെ പേസ്റ്റ്, കുഴപ്പമില്ല അല്ലേ? അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എന്നാലും അങ്ങനെ പറഞ്ഞു. പിന്നെ സോപ്പ് എടുക്കുന്നു, നീം സോപ്പ് എടുക്കുന്നു, നല്ലതാന്ന് പറയുന്നത്. ചാമ്പിത്താലം തേക്കാത്ത ആള് ചാമ്പിത്താലം തേക്കുന്നു, കുളിക്കുന്നതിന്റെ തൊട്ട് മുമ്പേ ചാമ്പിത്താലം തേക്കുന്നു. അങ്ങനെ മക്കൾക്കൊക്കെ ജലദോഷം വന്നാല്, പനി വന്നാല് പിന്നെ അലോപ്പതി മെഡിസിൻ ഒന്നും കൊടുക്കൂല. നമ്മളെ ബിലോ 37 പൊട്ടിച്ച്, ചെറിയ കുട്ടിക്ക് അത് പൊട്ടിച്ചിട്ട് തേനിൽ ചാലിച്ചിട്ടൊക്കെ കൊടുക്കുന്നു. അപ്പൊ ഇത്രയും ആൾക്ക് പിന്നെ ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ആള് ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ശൈലജ സാറെ ഏത് പ്രോഡക്റ്റും കൊടുക്കുമ്പോൾ ലീഡേഴ്സായിട്ട് എന്താ പറയാ സംസാരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ ഈ കൊറോണ സമയത്ത് കൊറോണ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് എന്തൊക്കെയാ കഴിച്ചത്? ഇഞ്ചി, വെളുത്തുള്ളിയോ, പിന്നെ നെല്ലിക്ക, മഞ്ഞള്, എന്ത് കിട്ടിയോ അതൊക്കെ തിന്നിട്ടുണ്ട് കൊറോണനെ പേടിച്ചിട്ട്. ആ സമയത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള ചവനപ്രാശം കഴിച്ചാൽ കൂടുതൽ ബെറ്റർ ആണെന്ന്. അപ്പൊ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ നമ്മളത് വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല, നമ്മളത് കട്ടിന്റെ തൊട്ടിലേക്ക് വെച്ചതാ. അപ്പൊ ആ സമയത്ത് ഞാൻ മുനീർ സാറ് ലീഡേഴ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്, അവര് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് മുനീർ സാറ് നിർബന്ധിച്ചിട്ട് എന്നെയും മക്കളെയും കഴിപ്പിച്ചു. അങ്ങനെ ഒരു 2-3 മാസം ലോക്കായ സമയത്ത് നമ്മൾ അത് കഴിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അലർജി, തുമ്മല്, ശ്വാസം മുട്ട് പോലത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുകയില്ല, ട്രീറ്റ്മെന്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല. ഇതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നാണ് ആളുകൾ കേൾവി മാത്രമാണ് കേട്ടോ. മൈഗ്രെയിന്റെ പ്രശ്നമുള്ളവർക്ക് ഒരിക്കലും ഇതിൽ നിന്നൊരു മുക്തി ഉണ്ടാവില്ല എന്ന് കേട്ടതുകൊണ്ട് പിന്നെ എന്തിനാ വെറുതെ ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ അത് കാണിക്കാനും പോയിട്ടില്ല. അങ്ങനെ എനിക്കുണ്ടായിരുന്ന ആ മൈഗ്രെയിന്റെ പ്രശ്നം മാറിക്കിട്ടി, യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടി. ഒരുപാട് എന്താ പറയാ വാഹനത്തിന്റെ പുക, അതുപോലെ തന്നെ ഈ സിഗരറ്റിന്റെ സ്മെല്ല്, പെർഫ്യൂമിന്റെ സ്മെല്ല്, അതൊക്കെ എന്നെ സംബന്ധിച്ച് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പൊ അതിനൊക്കെ എനിക്ക് മാറ്റം. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തുമ്മും. അതിന് ശേഷമാണ് ചായയൊക്കെ ഉണ്ടാക്കുക. ആ ഒരു വല്ലാത്ത, എന്റെ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല അടുത്ത വീട്ടിൽ കൂടി ഡിസ്റ്റർബ് ആവും. ആ ഒരു രീതിയിൽ ഒരു 1.5 തുമ്മലായിക്കും. അങ്ങ് വലിച്ചു കൊണ്ടുവന്നിട്ട് ഒരൊറ്റ പൊട്ടിക്കാല. അപ്പൊ അത് ഭയങ്കര, അത് മാറി കിട്ടിയപ്പോ തന്നെ സന്തോഷം. ഇപ്പൊ ഇന്ന് എന്റെ മക്കൾ ചോദിക്കുന്നതാണല്ലോ, വല്ലപ്പോഴും ഒന്ന് തുമ്മാൻ തോന്നുന്നുണ്ടോ മാഡത്തിന്? അല്ലെങ്കിൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പൊ താമരശ്ശേരി എന്റെ ഒരു സ്ഥിരം കേന്ദ്ര. അന്ന് ഞാൻ തിരിച്ചു വരുന്ന എന്റെ മക്കൾ ചോദിക്കുന്നത്, ഇപ്പം പഴയ ആ തലവേദന വരുന്നേ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ അതാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ പവർ. അപ്പൊ അങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ. ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്കുണ്ടായിരുന്ന ആ ഒരുപാട് പ്രയാസം മാറിക്കിട്ടി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ഇത് റെക്കമെൻഡ് ചെയ്തു. അവര് വാങ്ങി ഉപയോഗിച്ചു, നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഏറ്റെടുത്തു. ഇന്ന് ഫുൾ ടൈം കരിയർ ആയിട്ട് ചെയ്യുന്നു. അന്ന് ഞാൻ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞ സമയത്ത് മുനീർ സാർ അങ്ങനെ ഇത് വിട്ടു പോയിനെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഒരു റാങ്കിൽ ഇരിക്കാൻ, നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുമായിരുന്നു. അപ്പൊ അദ്ദേഹം പ്രദീപ് സാറ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായ സമയത്ത് പോലും ഈ ഒരു ബിസിനസ് എന്താണ്, ഇത് ഇന്നത്തേക്കുള്ള ഒരു ബിസിനസ് അല്ല, നാളുകളിൽ നമുക്ക് ഇത് ഈ ഒരു ബിസിനസ്സിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും, നമ്മളെ ഫാമിലിയെ സെക്യൂർ ആക്കി നിർത്താൻ പറ്റിയൊരു അവസരമാണ് ഇതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാനായിട്ട്. അന്നെങ്ങാനും അദ്ദേഹം ഈ ഒരു ബിസിനസ്സിൽ നിന്ന് വിട്ടു പോയിരുന്നെങ്കിൽ
ഇന്ന് നമ്മൾ ഈ മൈ ലൈഫിൽ ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹം ഈ ഒരു ഞാൻ പറയാം, എന്റെ ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1.5 വർഷത്തെ ഒരു എക്സ്പീരിയൻസാ. എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ എനിക്കറിയാലോ, അതിന് നിങ്ങൾ ഒരുപാടൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഞാനും ഈ ഒരു LKG സ്റ്റുഡന്റ് ആണ്. ഇതിന്റെ ബാലപാഠങ്ങൾ ഞാനിപ്പോ പഠിക്കുന്നേ ഉള്ളൂ. പിന്നെ റാങ്ക് ബേസ് ഞാൻ ZDC റാങ്കിൽ വിളിക്കുമ്പോൾ ഞാൻ സ്റ്റേജിൽ കയറി എന്ന് മാത്രമേ ഉള്ളൂ. എക്സ്പീരിയൻസ് പറയാൻ ലീഡേഴ്സ് പറയുമ്പോൾ എന്തെങ്കിലും പറയുന്നേ ഉള്ളൂ. പക്ഷെ ഈ ബിസിനസ്സിൽ അദ്ദേഹം പോയതിന് ശേഷമാണ് ഞാൻ ഈ ബിസിനസിന്റെ പ്ലാൻ പഠിച്ചതും പറയാൻ ശ്രമിച്ചതും, അതുപോലെ ID ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചത്, KYC പഠിച്ചത്, ഇതൊക്കെ എന്റെ അസോസിയേറ്റിന്റെ അല്ലെങ്കിൽ എന്റെ ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി മാത്രം. അപ്പൊ നമ്മളെ കൂടെ നമുക്കൊരു കഴിവില്ലെങ്കിലും നമ്മളെ കൂടെ വരുന്ന ആളുകൾക്ക് കഴിവുണ്ടെങ്കിൽ ഈ ഒരു മേഖലയിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതേയുള്ള സമയത്ത് ഞാൻ ഈ ബിസിനസ് എന്താന്ന് നോക്കേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴും ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഇവന്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഒരു ID രജിസ്റ്റർ ചെയ്യാൻ പോലും എന്നെ 1-2 വട്ടം കാണിച്ച് തന്നിട്ടുണ്ട്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് ഞാൻ അങ്ങ് എടുത്തിട്ടില്ല, കാരണം ആളുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ്. ഇപ്പൊ തുടക്കക്കാരെ സംബന്ധിച്ച് ഇപ്പൊ വിചാരിക്കുന്ന ഒരു വിഷയം ഉണ്ടാവും, നമ്മളെല്ലാരും മീറ്റിംഗ് ട്രെയിനിങ്, നമുക്ക് ഈ ഒരു ആശയം എന്ന് പറഞ്ഞാല് പുതിയതാണ്. ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പുതിയ ആശയം നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ, ഈ ഒരു ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിരന്തരമായിട്ട് ട്രെയിനിങ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. തുടക്കത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് മീറ്റ് തന്നെ. ഈ ഒരു മോർണിംഗ് മീറ്റിൽ കയറിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇതിലിരിക്കുന്നത്. തുടക്കത്തിൽ അൻസാറിന്റെ നിരന്തരമുള്ള എന്താ പറയാ അസഹനീയമായ ശല്യം കാരണം തന്നെയാണ് ഞങ്ങൾ മീറ്റിംഗ് കയറിയത്. അനിയേട്ടൻ മീറ്റിൽ കയറിയില്ലെങ്കിൽ വീട്ടിൽ വരൂ, ഇന്ന് കയറിയില്ലല്ലോ. അനിയേട്ടനോടുള്ള ആ ഒരു ബന്ധം അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ ഒരു സ്നേഹത്തോടുള്ള സംസാരം, ദേഷ്യപ്പെടുമെങ്കിൽ ദേഷ്യപ്പെടും, എന്നിട്ട് അവസാനം ഒരു ചിരിയും ഉണ്ടാവും. ഒരു മോർണിംഗ് മീറ്റിൽ നിർബന്ധിച്ച് കയറാൻ വേണ്ടിയിട്ട് അനിയേട്ടൻ രാവിലെ വിളിക്കും. മധുവേട്ടനെ പോലെ ശല്യം ഒഴിവാക്കാനായിട്ട്, അനിയേട്ടന്റെ ശല്യം ഒഴിവാക്കാനായിട്ട് എപ്പോഴും ഇത് ഓണാക്കി വെക്കും മോർണിംഗ് മീറ്റ്. അങ്ങനെ കേട്ട് എന്താ പറയാ, പിന്നീട് ഈ മോർണിംഗ് മീറ്റ് ഇല്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടു പോയൊരു ഫീലിംഗ് ആണ്. ഒരു 100 രൂപ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ എന്താ നിങ്ങളെ അവസ്ഥ? അത് ഒരു മീൻ വാങ്ങിയതാണോ അല്ലെങ്കിൽ അരി മേടിച്ചതാണെങ്കിൽ കുഴപ്പമില്ല, അത് കളഞ്ഞു പോയാലുള്ള അവസ്ഥ എന്താ? ആ ഒരു ഫീലിംഗ് ആ. പിന്നെ മോർണിംഗ് മീറ്റ് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് മോർണിംഗ് മീറ്റ് കയറാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് എന്തോ ഒരു മിസ്സിങ് ആണല്ലോ, എന്തോ ഒന്ന് കളഞ്ഞു പോയൊരു ഫീലിംഗ്. അന്ന് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, എന്നാ ഈ ഗസ്റ്റ്, ആ ഒരു മെന്റാലിറ്റിയിലേക്ക് ഞാൻ മാറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തുടക്കക്കാരോട് നിർബന്ധമായി നിങ്ങൾ മോർണിംഗ് മീറ്റിന് പ്രാധാന്യം നൽകണം. ഇന്ന് നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മോർണിംഗ് മീറ്റിൽ ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ട് അവരെ എക്സ്പീരിയൻസ് പറഞ്ഞ് ഈ മേഖലയിൽ അവർ വിജയിക്കാൻ വേണ്ടി എടുത്ത എഫേർട്ടുകൾ എന്തൊക്കെയാണ്, അവരെ കയ്യിൽ നിന്ന് ഒരുപാട് ടിപ്സ് ഒക്കെ നമുക്ക് കിട്ടും. അത് നമ്മളെ വീട്ടിലിരുന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിർബന്ധമായിട്ടും മോർണിംഗ് മീറ്റിൽ എല്ലാവരും പങ്കെടുക്കുക. അതേപോലെ തന്നെ ലീഡേഴ്സ്, ഇന്ന് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രെയിനിങ്ങിന്റെ പോസ്റ്റർ കണ്ടാല് ഞാൻ അതിൽ പോകുന്നെന്ന് ഞാൻ സ്വമേധയാ ഞാൻ പോവുകയാണ് ട്രെയിനിങ്ങിന്. തുടക്കത്തിൽ അങ്ങനെയല്ല. തുടക്കത്തിൽ ലീഡേഴ്സ് നമ്മളെ വിളിച്ച് ആ പൈസ അങ്ങ് അയച്ചു ഇങ്ങനെ പറഞ്ഞ് എല്ലാം കൂടിയാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് എണീറ്റ് പോരാനും തോന്നില്ല. അതാ ഇതിന്റെ ഒരു പ്രത്യേകത. പോകാൻ ഭയങ്കര മടിയായിരിക്കും, പോയി കഴിഞ്ഞാലോ തിരിച്ചു വരാൻ തോന്നില്ല. അന്ന് നല്ല ചാർജ് ആയിരിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം പെല്ലി സാർ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. വെച്ചാല് നമ്മുടെ നാട്ടിൽ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ, പള്ളികളും അമ്പലങ്ങളും തുരുതുരാണ്ട്. അതില്ലെങ്കിലുള്ള അവസ്ഥ എന്തായാലും ഇപ്പൊ തന്നെ ഇങ്ങനെയുള്ളത്. ഈ അമ്പലങ്ങളും പള്ളികളും ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ? അപ്പൊ തുടക്കക്കാരെ സംബന്ധിച്ച് നമ്മളെ മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനും പ്രാധാന്യം കൊടുക്കണം. ഈ മീറ്റിങ്ങും ട്രെയിനിങ്ങും കൂടി ഇല്ലെങ്കിൽ നമ്മളെ എടുക്കാനും തൊടാനും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നിർബന്ധമായിട്ടും മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനും പ്രാധാന്യം കൊടുക്കണം. പിന്നെ അടുത്തതായിട്ട് നമ്മളിപ്പോ പുതിയൊരാശയമാണ്, നമ്മൾ ഏറ്റവും അടുത്ത നമ്മളെ ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് ഇത് ഷെയർ ചെയ്യും. നമ്മൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും, വട്ടം വരയ്ക്കും. എന്റേതായ ബഷീർ വരും, ഓർഗ് 2-ല് ഷബീർ വരും, ഈ സൈഡില് രമണി വരും, ഈ സൈഡില് അല്ലെങ്കിൽ ശ്രീജിത്ത് വരും. അങ്ങനെ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. അത് വെച്ച് നമ്മൾ പോയി ഇവരെടുത്ത് പ്ലാൻ പറയും. പ്ലാൻ പറയുന്ന സമയത്ത് തുടക്കക്കാർക്ക് അറിയാം എന്തായിരിക്കും റിയാക്ഷൻ എന്ന്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇത് ഇട്ടിട്ട് പോകാൻ തോന്നും.
എന്ന് ഞാൻ പറയുന്ന ആളുകളൊന്നും ഇത് കേൾക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഇതിൽ കൂടുതലായിട്ട് വിജയിക്കണമെങ്കിൽ നമ്മളെ കോൺഫിഡന്റ്, അതായത് നമ്മൾ ഒരാളോട് എന്നാണോ സ്വന്തമായിട്ട് പ്ലാൻ പറഞ്ഞ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിക്കുന്നത് അന്നാണ് നമ്മളെ കോൺഫിഡന്റ് ലെവൽ കൂടുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് മുനീർക്ക പോയ സമയത്താണ് ഞാൻ സ്വന്തമായിട്ട് പ്ലാൻ പഠിച്ചതും പറയാൻ ശ്രമിച്ചത്. കാരണം ലീഡേഴ്സിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ലേഡീസ് ആണ്, ഹസ്ബൻഡ് ഗൾഫിലാണ്, നമ്മളിങ്ങനെ ജെന്റ്സ് ആയിട്ടുള്ള ലീഡേഴ്സിന്റെ കൂടെ പോകുന്ന സമയത്ത് വല്ലാത്ത പ്രയാസം ഉണ്ടാവും. നമുക്ക് പ്രയാസം ഉണ്ടായിട്ടല്ല, നമ്മളെ ശ്രദ്ധിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഗൾഫാരെ ഭാര്യമാരെ ശ്രദ്ധിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇവിടെ എവിടാ പോകുന്നത്, അവര് നമ്മൾ ലേറ്റ് ആയിട്ട് വന്നാൽ അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും, പ്രയാസമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ടീമുണ്ട്. അപ്പൊ അവരെ നമ്മൾ പേടിക്കല്ല, ഒന്ന് അവരെ കരുതി നിൽക്കണമല്ലോ. അപ്പൊ അത് ഓർത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് പ്ലാൻ പറയാനും ശ്രമിച്ചു. അങ്ങനെ ഞാൻ തന്നെ ലീഡേഴ്സിനെ കൂട്ടാതെ പോകും. കാരണം നമ്മൾ ആദ്യം എന്ത് തെറ്റ് പൊട്ടത്തരം പറഞ്ഞാലും അവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അവരുടെ മേഖലയിൽ അവര് രാജാവായിരിക്കും, പക്ഷെ നമ്മളെ അറ്റൻഡ് ചെയ്ത ട്രെയിനിങ് മീറ്റിംഗ് അവർ ചെയ്തില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു ബേസിൽ എന്ത് പൊട്ടത്തരം വിളിച്ചു പറയാം നമുക്ക്. പിന്നെ നമ്മൾ ലീഡേഴ്സിനെ കൂട്ടി ഫോളോ അപ്പിന് പോയാൽ മതിയല്ലോ. അപ്പൊ സ്വന്തമായിട്ട് നിങ്ങൾ പ്ലാൻ പറഞ്ഞു പഠിക്കുക. മാക്സിമം ആളോട് മാക്സിമം എത്ര പ്ലാൻ വേണേലും കൊടുക്കുക, പക്ഷെ ഡെയിലി മിനിമം ഒരു പ്ലാൻ എങ്കിലും ഇറങ്ങിയിരിക്കണം, കൊടുത്തിരിക്കണം. കൂടുതൽ ആള് ഇപ്പൊ ഏത് റാങ്കിൽ എത്തിയാലും റീറ്റെയിലിംഗ് ചെയ്യാം. റീറ്റെയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പ്രോഡക്റ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റും. നമ്മളെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അമേസിങ് റിസൾട്ട് ഉള്ള പ്രോഡക്റ്റുകളാണ്. അത് ഒരാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇന്നേ വരെ മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് പ്രോഡക്റ്റ് കൊടുക്കാം ഏതൊരാളെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ അത് റീറ്റെയിലിന് പ്രാധാന്യം നൽകുക. അതേപോലെ തന്നെ ഇന്നിപ്പോ ലീഡർമാര് ഇപ്പോ ഇതിൽ ബ്രോൺസും സിൽവറും സ്റ്റാറും റൂബിയും കോർഡിനേറ്ററും അതുപോലെ തന്നെ RTC വരെയുള്ള ലീഡേഴ്സ് ഇതിലുണ്ടാവും. ഈ ലീഡർമാരെ ക്രിയേറ്റ് ചെയ്യാന് അവരെ അപ്ലൈന് അല്ലെങ്കിൽ അവരെ ലീഡർ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. ഒരുപാട് പണച്ചെലവുണ്ടാവും, ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവും, ഒരുപാട് സമയം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ബ്രോൺസിന് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ ഉണ്ടാക്കിയ ആളുകൾക്ക് അറിയാം ഒരു ബ്രോൺസിന് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഒരു സ്റ്റാറിന് ഉണ്ടാക്കുമ്പോൾ എത്ര നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ കൂടെയുള്ള DTC ലീഡർ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഇത് സൂചിപ്പിച്ച എന്താന്ന് വെച്ചാല് നമ്മളെ ടീമിനെ നമ്മൾ ചേർത്ത് നിർത്തിയില്ലെങ്കിൽ അവര് നമ്മളെ വിട്ടിട്ട് പോകും. അപ്പൊ ഇന്ന് നമ്മളെ ചുറ്റിലും കഴുക കണ്ണുകളുമായിട്ട് പല രീതിയിലുള്ള തട്ടിപ്പ് സമ്പ്രദായങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ ടീമിനെ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്നത് അത് ആ ഒരു രീതി നിങ്ങൾ ഏതാണോ ആ ഒരു രീതി ഇടയ്ക്കിടയ്ക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് വെക്കുക. ഇടയ്ക്ക് എന്നും ബിസിനസ് മാത്രമല്ല, ഡെയിലി വിളിച്ചിട്ട് വിശേഷങ്ങൾ അന്വേഷിക്കുക, അവരോട് കൂടുതൽ സംസാരിക്കുക, അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുക. അപ്പൊ അവരുമായിട്ടൊരു ഇന്റിമസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാല് അവർക്ക് നമ്മളെ വിട്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആകെ ഒന്നും അല്ലാതെ ബ്ലാങ്ക് ആയി പോയ ഒരു സമയമാണ് എൻ്റെ ഒരു DTC ലീഡർ വിട്ടുപോയ സമയത്ത്. അപ്പൊ നമ്മളെ മുബീൻ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം മാസത്തിൽ കോടികൾ വരുമാനം വാങ്ങുന്ന വ്യക്തി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ ഈ ഒരു മേഖലയിൽ വിജയിപ്പിക്കാനുള്ള ആള് ഫീൽഡിൽ കിടക്കുകയാണ്. കോടികൾ വരുമാനം വാങ്ങുന്ന മുബീൻ സാറാണ് പറഞ്ഞത് അദ്ദേഹത്തിനെ ഈ ഒരു ബിസിനസ്സിൽ രക്ഷപ്പെടുത്താൻ ഉള്ള വ്യക്തി ഫീൽഡിൽ കിടക്കുകയാണെന്ന്. നമ്മളെ സ്ഥിതി എന്താ? ആഴ്ചയിൽ ഒരു 400 രൂപ പോലും വരുമാനം കിട്ടാത്ത നമുക്ക് രണ്ടുപേരുണ്ടെങ്കിൽ നമ്മൾ ലോകം കീഴടക്കിയ ഒരു പ്രതീതിയാണുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ എന്താ പറയാ ആ ഒരു മുൻകരുതൽ ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മളെ കൂടെ ഉള്ള ടീമല്ല നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് കരുതി അതില്ലാന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. നമ്മൾ അത് ഉൾക്കൊള്ളണം. ഈ ഒരു സത്യമാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ എൻ്റെ പിന്നെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ലീഡേഴ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ ഒന്നും നേടാനാവില്ല. അപ്പൊ ഞാൻ STC ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല, എൻ്റെ ലീഡേഴ്സിന്റെ ഒരുപാട് ലീഡേഴ്സിന്റെ ശ്രീധരൻ സാറ്, ബെന്നി സാറ്, ശല്യ സാറ്, അങ്ങനെ ഒരുപാട് പ്രജീത് സാർ, അങ്ങനെ നമ്മളെ ലെവലൈൻ ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സിന്റെ പിന്നെ എഫേർട്ട് കൊണ്ടാണ് നമ്മൾ റാങ്ക് അച്ചീവ് ചെയ്യുന്നത് അല്ലെ. അവരുടെ നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പ്, സമയം, അവര് എന്താ പറയുന്ന മാനസിക സംഘർഷം ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ അവരെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യരുത്. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ബിസിനസ്സാണ്.
അതേപോലെ തന്നെ നമ്മളെ വിശ്വസിച്ച് വരുന്ന ആളുകൾ നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ കൂടെ നിൽക്കുന്നത്. നമ്മളൊരു പുതിയ ആശയം കണ്ടിട്ട് പെട്ടെന്ന് ചാടിക്കേറി അതിലേക്ക് പോയി കഴിഞ്ഞാല് നമ്മളൊരു ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യാപ്തി മനസ്സിലായിട്ടാ. പെട്ടെന്ന് ഇപ്പുറം നിന്ന് കഴിഞ്ഞാല് ഇത്ര കിട്ടും, അപ്പുറം നിന്ന് കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞ് അത് കഴിവുള്ള ആളുകളെയാണ് പിടിച്ചോണ്ട് പോവുക കേട്ടോ. അത് മനസ്സിലാക്കണം. നമ്മളിൽ തന്നെ നമ്മളെ കഴിവ് മനസ്സിലാക്കിയിട്ടാണ് എന്നെയൊക്കെ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു 2 തോണിയിൽ കാലിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒരു തോണിയിൽ നിൽക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം, നിങ്ങളുടെ ടീമിനെ അല്ലെങ്കിൽ നമ്മളെ തന്നെ പാടെ തട്ടിക്കൊണ്ടുപോകാനുള്ള ആളുകൾ നമ്മളെ ചുറ്റിലും ഉണ്ട്. പല വിധത്തിലുള്ള മോഹ വാഗ്ദാനങ്ങൾ അവർ തരും. നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയോ, നിങ്ങൾ ഏത് മേഖലയിൽ പോയാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ലാസ്റ്റ് ബസ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് മാത്രമാണ്. അതിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുക, ചങ്കൂറ്റത്തോടെ പറയാം. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടാവും. അത് അനുഭവിച്ചതിന്റെ ഒരു വെളിച്ചത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ആ സമയത്ത് വിട്ടുപോകാതെ നിങ്ങൾ പിടിച്ചു നിന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മളെ ടീമിനെ ചേർത്ത് നിർത്താം. വല്ലപ്പോഴും അല്ല, നമ്മളൊക്കെ തുടക്കത്തില് മീർ സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരാഴ്ചയിൽ 2 വട്ടം തന്നെ ഇവര് കൂടിച്ചേർന്നിരിക്കും. കാരണം അന്ന് നമ്മളെ കൂടെ ലേഡി ലീഡേഴ്സ് കുറവായിരുന്നു, ജെൻസ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് രാത്രി ഒരു വിഷയമല്ല. അവരെല്ലാവരും പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മളെ വീട്ടിലിരിക്കുക, ബിസിനസ് പറയും. എന്നിരുന്നാലും കൂടുതൽ പറയുന്നത് നാട്ടുവർത്താനങ്ങളും മറ്റു തമാശകളും ഒക്കെ പറഞ്ഞിരിക്കും. എന്താണോ ചായ രാത്രി ഭക്ഷണം അത് കഴിക്കുന്നു, പിരിയുന്നു. ആ ഒരു സമയത്തുണ്ടായിരുന്ന ഗ്രോത്ത് ഇപ്പൊ ഇല്ല. അന്ന് നല്ലൊരു ഇന്റിമസി ആയിരുന്നു എല്ലാ കാര്യത്തിലും. അവരുടെ ഫാമിലിയുള്ള എല്ലാ കാര്യത്തിലും ഇവരൊരു അംഗത്തെ പോലെ കണ്ടിരുന്ന ഒരു സമയമാണ്. പക്ഷെ ഇപ്പൊ എനിക്കത് പറ്റുന്നില്ല. അതിന്റെ ഒരു ഗ്രോത്ത് കുറവ് എൻ്റെ ഒരു ബിസിനസ്സിൽ കാണുന്നുണ്ട്. നമുക്കിപ്പൊ ലേഡീസ് ഒക്കെ വരുന്ന സമയത്ത് രാത്രിയിൽ ഇങ്ങനെ ചേരാനൊന്നും പറ്റൂല. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് വിളിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഒരു ഗ്രോത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് പറയാനുള്ളത്. പിന്നെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ സ്വപ്നങ്ങളുള്ളവരായിട്ട് മാറണം. അതുപോലെ ആവേശം ഉണ്ടായിരിക്കണം. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ, നമ്മളെ സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ അവർക്ക് തോന്നണം. 2,10,000 കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയ പോലുള്ള സംസാരമായിരിക്കണം നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. 16 ലക്ഷം ബിസിനസ് വോളിയം 1ലും 2ലും മാച്ച് ചെയ്താൽ 2,10 കിട്ടുമായിരിക്കും. അതല്ല, നാളുകളിൽ എനിക്കും കിട്ടും. 450 രൂപ എന്റെ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഞാനും 2,10 വാങ്ങും. അപ്പൊ നമുക്ക് ഒരു വിശ്വാസമാണ്. നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ വളരെ കോൺഫിഡന്റോട് കൂടി നമുക്ക് പറയാൻ സാധിക്കണം, ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി പറയാണ് നിനക്ക് നല്ല മാറ്റം ഉണ്ടാവും, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, നീ ഒന്ന് ഉപയോഗിച്ച് നോക്ക്. ആ പറയാനുള്ള ഒരു തൻ്റെ ഒരു ആവേശം, ഒരു ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. അല്ലാതെ നീ ഇത് ഉപയോഗിച്ച് നോക്ക്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, അങ്ങനെയൊക്കെ പറയുമ്പോ ആരെങ്കിലും വാങ്ങുമോ? ഇപ്പൊ കവചപ്രാശം ഞാൻ ആർക്ക് വേണമെങ്കിലും കൊടുക്കും, ആരോട് വേണമെങ്കിലും പറയും. അതെന്താ? അതിന്റെ റിസൾട്ട് കിട്ടിയ ആളാ ഞാന്. അതുകൊണ്ട് ഏതൊരാളോടും വളരെ കോൺഫിഡന്റിൽ ഞാൻ പറയും, നിങ്ങൾ കഴിച്ചിട്ട് ഒരു റിസൾട്ട് ഇല്ലെങ്കിൽ പൈസ ഞാൻ തിരിച്ചു തരും. നമുക്കറിയാം നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കവചപ്രാശം ആര് കഴിച്ചോ റിസൾട്ടാ. ബ്ലഡ് പ്യൂരിഫയർ ആര് കഴിച്ചോ റിസൾട്ടാ. നമ്മൾ വേസ്റ്റ് ഉപയോഗിച്ചോ റിസൾട്ടാ. പിന്നെ എന്തിനാ നമ്മൾ ആവേശം കുറയ്ക്കുന്നേ? ആവേശത്തോട് പറയണം. ഈ ബിസിനസ് ആയാലും ഈ പ്രോഡക്റ്റ് ആയാലും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വലിയ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും ഒന്നും അല്ല ആവശ്യം. ആവേശമുള്ളവർക്ക് പറ്റിയ ബിസിനസ്സാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നമ്മളെ കൂടെ നിൽക്കണം എന്ന് ആളുകൾക്ക് തോന്നണമെങ്കിൽ നമുക്ക് ആവേശം വേണം. നമ്മൾ മീറ്റിങ്ങിന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എന്റെ ലീഡർ മീറ്റിംഗ് ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്, അപ്പൊ ഞാനും പോട്ടെ. നമ്മളെ കണ്ടിട്ട് നമ്മളെ കൂടെ നിൽക്കാൻ തോന്നണം മറ്റുള്ള ആളുകൾക്ക്. അപ്പൊ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡന്റിൽ പറയാ. അതെന്റെ എന്താ പറയാ ഒരു ഫസ്റ്റ് ടിപ്പാണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് മീറ്റിംഗ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അപ്പൊ നമുക്ക് ബിസിനസ് പെട്ടെന്ന് പറ്റും. പിന്നെ വേറെ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. നമുക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. എന്റെ ഒരു സ്വപ്നമാണ് സീലിംഗ് അച്ചീവർ ആവണമെന്ന്. അപ്പൊ ആ സ്വപ്നത്തിലേക്ക് പോകാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ സമയത്ത് ഞാൻ അത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾ വിജയിച്ചു, അല്ലേ? ഞാൻ അവിടെ തോറ്റു. അപ്പൊ നമുക്കറിയാം, ചില ക്ലാസ്സുകളിലൊക്കെ തോറ്റെന്ന് കരുതി നമ്മൾ ആരെങ്കിലും പഠിപ്പ് നിർത്തുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഒന്നുകൂടെ അവിടെ എന്താണോ മിസ്റ്റേക്ക് പറ്റിയത് ആ മിസ്റ്റേക്ക് പരിഹരിച്ചുകൊണ്ട് നമ്മൾ അടുത്ത എക്സാം എഴുതുന്നു, അവിടെ നമ്മൾ വിജയിക്കുന്നു. അപ്പൊ തെറ്റുകളും അല്ലെങ്കിൽ
തോൽവികളും സർവ്വസാധാരണമാണ്. ആ തോൽവി അല്ലെങ്കിൽ ആ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ തെറ്റിനി ആവർത്തിക്കില്ല എന്ന് ഒരു ഉറച്ച തീരുമാനം എടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും. അല്ല, സ്വപ്നങ്ങളുള്ള ആളുകളായിട്ട് മാറുക. നിങ്ങളെ സ്വപ്നങ്ങൾ നിങ്ങൾ പബ്ലിക്കായിട്ട് പറയണ്ട, നിങ്ങളുടെ ഉള്ളിൽ കിടന്നാൽ മതി സ്വപ്നങ്ങൾ. അതിന് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും ആ സ്വപ്നം സാക്ഷാത്കരിക്കും. നിങ്ങളെ ഫാമിലി, നിങ്ങളെ ഫ്രണ്ട്സുകള്, നിങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല ആളുകളും നിങ്ങളെ ഒറ്റപ്പെടുത്തും ആ സമയത്തും. ആ സമയത്ത് നമുക്ക് തോന്നും വേണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വിട്ടു കൊടുക്കാതെ പിടിച്ചു നിൽക്കണം. ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾ എന്താഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ എനിക്ക് സാധിക്കും. അതായത് സ്വപ്നമുള്ള ആളുകൾക്ക് പറ്റിയ പരിപാടിയാണിത്. സ്വപ്നം കാണാന് സ്വപ്നം നമ്മളെ അബ്ദുൽ കലാം സാറ് പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം. ഈ മഹത്തായ ഒരു ബിസിനസ് നമ്മളെ കയ്യിലുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്തോ കാര്യമുണ്ടോ? പ്രവർത്തിക്കണം. നമുക്ക് സമയത്തിന് ഒരുപാട് എന്താ പറയാ മൂല്യമുണ്ട്. നമ്മൾക്ക് പോയ സമയം തിരിച്ചു പിടിക്കാൻ പറ്റൂല, നാളുകളിലേക്ക് ഇത് മാറ്റി വെക്കാനും പറ്റൂല. നമ്മൾ കിട്ടിയ സമയത്ത് പാർട്ട് ടൈം എങ്കിൽ പാർട്ട് ടൈം, ഫുൾ ടൈം എങ്കിൽ ഫുൾ ടൈം. ചില ആളുകളുടെ ഫുൾ ടൈം ആണെന്ന് പറയും, വീട്ടിൽ നിന്ന് ചായ കുടിക്കും, ഉച്ചയ്ക്ക് ചോറുന്നു, വൈകുന്നേരം ഒന്ന് മയക്കം കഴിയും, രാത്രി മഴയാണ് വെയിലാന്ന് പറഞ്ഞ് മാറി നിൽക്കും. ചെയ്യുന്നതോ മൈ ലൈഫ്. എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ അത് പറ്റൂല. നിങ്ങൾ ഒരു ജോലിക്ക് പോകുന്ന ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങണം. തുടക്കക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ വരുമാനമൊന്നും ഉണ്ടാവില്ല. ഇതൊരു കർഷക മനോഭാവത്തോടു കൂടിയാണ് ഈ ബിസിനസ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വരുമാനമൊന്നും വലിയ രീതിക്കൊന്നും വരൂല. ഒരു RTC NTC ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് നമ്മളെ ഇൻകം സ്റ്റേബിൾ ആവുന്നത്. ആ ഒരു കർഷക മനോഭാവത്തോടു കൂടി വേണം നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ കാണാൻ. നാളുകളിൽ നമ്മളെ അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയെ സെക്യൂർ ആക്കി നിർത്താൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണിത്. ഇന്ന് കിട്ടുന്ന 450 നാളുകൾ കിട്ടുന്ന കോടികളാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. നമുക്കറിയാം, നമ്മളെ ലീഡേഴ്സ് എല്ലാം തന്നെ ഇതിൽ വിജയിച്ചിട്ടുള്ള ഏതൊരു ലീഡേഴ്സിനെ എടുത്താൽ കഴിഞ്ഞാലും നമുക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ്. അവരെല്ലാരും തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവരിന്ന് വലിയ വലിയ അച്ചീവ്മെന്റ് നേടിയിട്ടുള്ളത്. ഒരു സുപ്രഭാതത്തിൽ അവരങ്ങ് സീലിംഗ് അച്ചീവർ ആയതോ അല്ലെങ്കിൽ WID/ITC അല്ലെങ്കിൽ WTC ആയതല്ല. അവര് വർഷങ്ങളോളം എടുത്ത എഫേർട്ടിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഈ ഒരു ഈ ഒരു സന്തോഷം അവര് അനുഭവിക്കുന്നത്. അപ്പൊ നാളുകളിൽ നമ്മളും ഈ ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറായാൽ നമുക്കും തീർച്ചയായും ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ, അച്ചീവ്മെന്റ് ഉണ്ടാകാനായിട്ട് സാധിക്കും. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, സ്വപ്നങ്ങളുള്ള ആളുകളായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ എന്നും ഈ കംപ്ലൈന്റ് പറയാം. ചില ആളുകളുണ്ട്, ഫുള്ള് നമ്മൾ അസോസിയേറ്റ് ആയാലും നമ്മളോട് വിളിക്കുന്ന സമയത്തൊക്കെ കംപ്ലൈന്റ് പറയാം. മാഡം അത് അങ്ങനെയാണ്, ഇത് ഇവിടെ കുറച്ച് പ്രശ്നമാണ്, ടീമിൽ ഭയങ്കര പ്രശ്നമാണ്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് കേൾക്കുന്ന ലീഡറിന് എന്താ പറയാ ഒരു ഉപകാരവും ഇല്ല, നിങ്ങളെ സംബന്ധിച്ച് ഒരു ഉപകാരമില്ല. നമ്മളൊരു സങ്കടം പറയുന്ന സമയത്ത് അതിനെ പരിഹരിക്കാൻ പറ്റുന്ന വ്യക്തികളാണെങ്കിലും ഓക്കെ. അല്ലാതെ നമ്മൾ കാണുന്ന ആളുകളൊക്കെ നമ്മളെ ഈ കംപ്ലൈന്റ് അല്ലെങ്കിൽ സങ്കടം, നമ്മളെ പരാതി പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സമയം പോവും, അവരെ മൂടും പോവും, അവരെ സമയം പോവും. കഴിയുന്നതും സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും ഉണ്ട്. അത് മറ്റുള്ളവർ ഷെയർ ചെയ്തിട്ട് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ഇല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാതിരിക്കുക. അപ്പൊ സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളൊക്കെ ഒഴിവാക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. സങ്കടങ്ങളും പരാതികളും പറയുന്നത് ഒഴിവാക്കുക. പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ആ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മോശം ക്യാരക്ടർ ആവുന്നല്ലാതെ, എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രയാസം പോലും ഞാൻ പുറത്തൊരാളോടും പറയാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ അത് പറയാൻ പോകരുത്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെന്ന് പറഞ്ഞാല് തോൽവി വിജയത്തിന്റെ ഒരു മുന്നോടിയാണ്. അപ്പൊ തോറ്റെന്ന് കരുതിയിട്ട് നമ്മൾ നിന്ന് പിന്മാറരുത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഒരുപാട് വരും, വിട്ടു പോകാതെ പിടിച്ചു നിൽക്കുക. ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് അനുസരിക്കുക. അപ്പൊ അവര് എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് പറയുന്ന എന്താണോ അവരെ അനുസരിക്കുക. അപ്പൊ നമ്മളായിട്ട് നമ്മളൊരു വഴി വെട്ടേണ്ട ആവശ്യമില്ല. അവര് വന്ന വഴി ഒരുപാട് എന്താ പറയാ പരവതാനി വിരിച്ചു വെച്ചിട്ടുണ്ട്, അതിലൂടെ നമ്മൾ നടന്ന് മാത്രം മതി. നമ്മളായ ഉട്ടോപ്യൻ ഐഡിയ നമ്മൾ കൊണ്ടുവരേണ്ട, ചീറ്റിപ്പോകും. അപ്പൊ ലീഡേഴ്സ് വന്ന് വിജയിച്ച വഴികളാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങളെ ലീഡർ എത്ര വിദ്യാഭ്യാസം ഉള്ള ആളായിക്കോട്ടെ ഇല്ലാത്ത ആളായിക്കോട്ടെ അതൊന്നും നോക്കണ്ട. അദ്ദേഹത്തിന് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. അതെന്താണ്? അത് അക്ഷരം പ്രതി അനുസരിക്കുക. അപ്പൊ എല്ലാ ആളുകളോടും നന്ദിയുള്ളവരായിട്ട് മാറുക. അപ്പൊ നിങ്ങൾ ഇത്രയും സമയം കഴിയാറായില്ലേ ശോഭിച്ചിയെ?